തുടക്കം മുതലേ KP മുസ്തഫയ്ക്ക് ഒരു സ്ഥിരമായ കേസ് കോടതിയിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പണം കൊണ്ട് മാത്രം എല്ലാം നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്നത്തെ കോടതി വിധിയിലൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുകയാണ്. പെരിന്തൽമണ്ണയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPMൻ്റെയും ഒക്കെ പാപ്പരത്തമാണ് ഈ വിധിയിലൂടെ കാണാൻ സാധിക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തിന്റെ വിജയമുറപ്പിച്ചതോടെ LDFനെതിരെ ആഞ്ഞടിച്ച് UDF നേതാക്കൾ. പണാധിപത്യത്തിനു മുന്നിൽ ജനാധിപത്യം വിജയിച്ചത് നാടിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് പ്രതികരിച്ച നേതാക്കൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷം മധുര വിതരണത്തിൽ ഒതുക്കുകയായിരുന്നു. UDFന് കരുത്തു പകരുന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി നജീബ് കാന്തപുരം MLAക്കും ഏറെ ആശ്വാസമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത നിയമ പോരാട്ടമാണ് പെരിന്തൽമണ്ണയിലുണ്ടായത്. പോരാടി നേടിയ വിജയം നിയമവ്യവഹാരങ്ങളിലേക്ക് നീണ്ടപ്പോൾ UDF നേതൃത്വവും നജീബ് കാന്തപുരം MLAയും ഏറെക്കാലം വിജയമുറപ്പാക്കാൻ പരിശ്രമിക്കേണ്ടി വന്നത് വിസ്മരിക്കാനാവാത്ത ചരിത്രം. LDF സ്വതന്ത്രനായി മത്സരിച്ച് 38 വോട്ടുകൾക്ക് പരാജയപ്പെട്ട KPM മുസ്തഫയ്ക്ക് നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ഹൈക്കോടതി വിധി പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തി. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ വിജയം കോടതിയുടെ പരിഗണനയിലെന്ന ആശങ്കയിൽ കഴിഞ്ഞ UDF പ്രവർത്തകർക്ക് വിധി അനുകൂലമായത് സന്തോഷം പകരുന്നതായി മാറി. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിയമ പോരാട്ടം തുടർന്നു. ഒടുവിൽ LDFന്റെ അവസാന പ്രതീക്ഷയും അസ്ഥാനത്താക്കി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നജീബ് കാന്തപുരം MLAക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. സത്യം ജയിക്കുമെന്ന ഉറപ്പുണ്ടായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകളായിരുന്നു. പണാധിപത്യവും ജനാധിപത്യവും തമ്മിൽ നേർക്കുനേർ പോരാടിയപ്പോൾ ജനാധിപത്യം വിജയിച്ചതിനു തെളിവാണ് ഹൈക്കോടതി വിധിയെന്ന് KPCC സെക്രട്ടറി V ബാബുരാജ് പറഞ്ഞു. LDFന്റെ രാഷ്ട്രീയ പാപ്പരത്തം കോടതി വിധിയിലൂടെ കൂടുതൽ വെളിപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെരിന്തൽമണ്ണയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPMൻ്റെയും ഒക്കെ പാപ്പരത്തമാണ് ഈ വിധിയിലൂടെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ ജനാധിപത്യവും പണാധിപത്യവും തമ്മിലുള്ള മത്സരമാണ് നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ആ ജനാധിപത്യവും പണാധിപത്യവും തമ്മിലുള്ള മത്സരത്തിൽ ജനാധിപത്യം വിജയിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഹൈക്കോടതി വിധി പുറത്തു വന്നതോടെ UDF നേതാക്കളും പ്രവർത്തകരും ആഹ്ലാദത്തിലാണ്. വർഷങ്ങൾ നീണ്ട കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ LDF സ്ഥാനാർത്ഥി KPM മുസ്തഫ നൽകിയ ഹർജിയിൽ അവ്യക്തത പ്രകടമായിരുന്നുവെന്നും സാക്ഷിമൊഴികളും ഹർജിയിലെ അവ്യക്തതയും കോടതി പരിഗണിച്ചതാണ് നജീബ് കാന്തപുരത്തിന് അനുകൂലമായതെന്നും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് S അബ്ദുൽ സലാം പറഞ്ഞു. മൊത്തം 348 സ്പെഷ്യൽ ബാലറ്റ് പരിഗണിക്കണമെന്ന് പറഞ്ഞായിരുന്നു KP മുസ്തഫ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അതുതന്നെ കേസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ കേവലം 263 ബാലറ്റ് മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. തുടക്കം മുതലേ KP മുസ്തഫയ്ക്ക് ഒരു സ്ഥിരമായ കേസ് കോടതിയിലുണ്ടായിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം പറയുന്നു 348 വോട്ടുകൾ അസാധുവായിട്ടില്ല, അത് വാലിഡാണെന്ന്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വാദം അത് അസാധുവായതിന് കാരണം ഇലക്ഷൻ ഉദ്യോഗസ്ഥരാണ്, വോട്ടർമാരല്ല എന്നുള്ളതായിരുന്നു. ഇത് രണ്ടും വൈരുദ്ധ്യമാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നജീബ് കാന്തപുരത്തിന് MLA ആയി തുടരാമെന്ന ഹൈക്കോടതി വിധി അറിഞ്ഞതോടെ ലീഗ് പ്രവർത്തകർ സന്തോഷം പങ്കുവയ്ക്കാൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിലെത്തിയതോടെ അത് ആഘോഷത്തിന് വഴിമാറി. വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ആഹ്ലാദ പ്രകടനം ഒഴിവാക്കുകയാണെന്ന് പ്രവർത്തകർ അറിയിച്ചു. മുസ്ലിം ലീഗ് ഓഫീസിൽ മധുരം വിതരണം ചെയ്താണ് പ്രവർത്തകർ വിജയമുറപ്പിച്ചതിന്റെ ആഘോഷം പങ്കുവച്ചത്. പണാധിപത്യത്തിനു മുന്നിൽ ജനാധിപത്യവും ജനങ്ങളും അടിയറവ് പറയണമെന്നാഗ്രഹിച്ചവർക്കുള്ള കനത്ത പ്രഹരമാണ് ഹൈക്കോടതി വിധിയിലൂടെ ഉണ്ടായതെന്നും പെരിന്തൽമണ്ണയിൽ നന്മ പുലരാൻ കോടതി വിധി ഉപകരിച്ചുവെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പറഞ്ഞു. പണമേധാവിത്വത്തിൻ്റെ മുന്നിൽ ജനാധിപത്യവും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇച്ഛാശക്തിയും അടിയറവ് പറയണം എന്ന് ചിലരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് കനത്ത മറുപടിയാണ് ഹൈക്കോടതി ഇന്ന് കൊടുത്തിട്ടുള്ളത്. നിയമവും അതുപോലെ തന്നെ നിയമസംഹിതയുമൊക്കെ കാറ്റിൽ പറത്താനുള്ളതല്ല, അതിവിടെ സത്യം ധർമ്മവും ഒക്കെ പുലരാനുള്ളതാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഈ വിധിക്ക് അതിൽ സന്തോഷം രേഖപ്പെടുത്താൻ വേണ്ടി വന്നതാണ് എന്നതിലുള്ള ചാരിതാർത്ഥ്യം കൂടി ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പണം കൊണ്ട് എല്ലാം നേടാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് കോടതി വിധിയിലൂടെ ഉണ്ടായതെന്നും വോട്ട് ചെയ്ത ജനങ്ങളും ജനാധിപത്യവും വിജയിച്ചുവെന്നും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ പറഞ്ഞു. കോവിഡ് കാലഘട്ടത്തിൽ സ്പെഷ്യൽ പോസ്റ്റൽ വോട്ട് 348 വോട്ടുകൾ മാറ്റിവെച്ചതാണ്.
അതെല്ലാവരും അംഗീകരിച്ചുകൊണ്ടാണ് മാറ്റിവെച്ചത്. CPM-ൻ്റെ കൗണ്ടിങ് ഏജൻറ്റുമാരും UDF-ൻ്റെ കൗണ്ടിങ് ഏജൻറ്റുമാരും ഉൾപ്പെടെയുള്ള ആളുകൾ അത് പൂർണ്ണമല്ല, അത് എണ്ണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിയതാണ്. പക്ഷേ തോറ്റത് 38 വോട്ടിനായപ്പോൾ അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുവഴി ഒരു വിജയം നേടാം എന്നാണ് എതിർ സ്ഥാനാർത്ഥി കരുതിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പണം കൊണ്ട് മാത്രം എല്ലാം നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്നത്തെ കോടതി വിധിയിലൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുകയാണ്. നേതാക്കളായ നാലകത്ത് സൂപ്പി, നാലകത്ത് ബഷീർ, കൊളക്കാടൻ അസീസ്, അഡ്വക്കേറ്റ് S. അബ്ദുൽ സലാം, അഡ്വക്കേറ്റ് AK മുസ്തഫ, AK നാസർ തുടങ്ങിയവർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണയിലെ വോട്ടർമാർ ആരെയാണ് തങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുത്തതെന്ന ചോദ്യത്തിന് ഹൈക്കോടതി വിധിയിലൂടെ ഉത്തരമായിരിക്കുകയാണ്. കോടതി വിധി നജീബ് കാന്തപുരം MLA-ക്കും UDF നേതൃത്വത്തിനും കൂടുതൽ ഊർജം പകരുന്നതാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ആകർഷകമായ പലിശ നിരക്കുകളിൽ ഗോൾഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം. സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കുകൾ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ.